എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. മറ്റൊരു പ്രഭാതത്തിലേക്ക് ദൈവം തൻ്റെ കൃപയാൽ നമ്മെ നയിച്ചിരിക്കുന്നുവല്ലോ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്നും നാളെയുമൊക്കെയായി ഒരു ഭാഗം ചേർത്ത് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം 14 മുതൽ 36 വരെയുള്ള ഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ച ശിഷ്യന്മാരുടെ അന്യഭാഷാ സംസാരം ഒക്കെ കേട്ട് കൂടി വന്ന 10-16 ഭാഷ സംസാരിക്കുന്ന യഹൂദരായ ആളുകൾ, ഇവരെല്ലാവരും വീഞ്ഞ് കുടിച്ച് മത്തരായിരിക്കുന്നു, അല്ലെങ്കിൽ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുകയും ഭ്രമിക്കുകയും ചഞ്ചലിക്കുകയും ഒക്കെ ചെയ്ത സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിക്കുന്ന പ്രസംഗമാണ് ഞാൻ പറഞ്ഞ ഈ 14 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ഇത് ഒരു ദീർഘമായ പ്രസംഗമാണ്. പെന്തക്കോസ്ത് സംഭവത്തെക്കുറിച്ച് വിശുദ്ധ പത്രോസ് നൽകുന്ന വിശദീകരണമാണ് ഈ ഭാഗത്തെ പ്രതിപാദ്യം. അപ്പോസ്തലപ്രവൃത്തികളിൽ മൊത്തത്തിൽ ഒരു 19 പ്രസംഗങ്ങളുണ്ട്. പല സന്ദർഭങ്ങളിൽ പല ആളുകൾ ചെയ്ത പ്രസംഗങ്ങളാണ്. പത്രോസും സ്തേഫാനോസും യാക്കോബ്, പൗലോസ്. ഇതിലേറ്റവും കൂടുതൽ പ്രസംഗങ്ങൾ നടത്തിയ 2 പേരാണ് പത്രോസും പൗലോസും. പത്രോസ് മാത്രം 8 പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. പൗലോസ് 5 പ്രധാന പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. 11 പേരോട് കൂടെയാണ് പത്രോസിൻ്റെ പ്രഭാഷണം നമ്മൾ കാണുന്നത്. വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദാ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എൻ്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3-ാം മണി നേരമേ ആയിട്ടുള്ളുവല്ലോ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. അത് എന്തെന്നാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. തുടർന്നുള്ള ഭാഗം നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. തിരുവചനം ഉദ്ധരിച്ച് പത്രോസ് പ്രസംഗിക്കുന്നത് യോവേൽ പ്രവാചകന്റെ വാക്കുകളുടെ നിവൃത്തിയാണ് പെന്തക്കോസ്തിൽ നിങ്ങൾ കണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു പക്ഷെങ്കിൽ ഈ അപ്പോസ്തലന്മാരുടെ അന്യഭാഷ വാക്കുകൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ പത്രോസിന് ഇങ്ങനെ ഒന്ന് പ്രസംഗിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇവരെല്ലാം പുതുവീഞ്ഞു കുടിച്ച് മത്തരായി ലഹരി പിടിച്ച് എന്തൊക്കെയോ പുലമ്പുന്നു എന്ന തരത്തിലാണ് അവിടെ വന്ന്, അതായത് യെരുശലേമിൽ പാർക്കുന്ന യഹൂദന്മാരും ഡയസ്പോറ ജ്യൂസ് എന്ന് നമുക്ക് വിളിക്കാവുന്ന പാലസ്തീൻ അല്ലെങ്കിൽ യെരുശലേമിന് പുറത്ത് ചിതറിപ്പാർക്കുന്ന യഹൂദന്മാരുമൊക്കെ അവിടെ വന്നിട്ടുണ്ട് പെന്തക്കോസ്ത് ഡേ ആഘോഷിക്കാൻ. അപ്പോൾ അവരെല്ലാം അപ്പോസ്തലന്മാരെ തെറ്റിദ്ധരിക്കുന്ന സന്ദർഭത്തിലാണ് പത്രോസ് എഴുന്നേറ്റ് വായി തുറന്ന് സംസാരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഒരു ആത്മനിറവുള്ള മനുഷ്യൻ്റെ ഇടപെടൽ ഒരു ട്വിസ്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അതിന് കാരണങ്ങൾ പലതാണ്. തെറ്റിദ്ധരിക്കുക, ഒരാളിനെയോ ഒരു സമൂഹത്തെയോ ഒരു പ്രസ്ഥാനത്തെയോ തെറ്റിദ്ധരിക്കുക, അല്ലെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ഈ അസത്യങ്ങളെ സത്യങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ അത് ഗ്രസിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് സത്യാനന്തര കാലം എന്ന് നമ്മുടെ കാലത്തെ പറയുന്നത്. പത്രോസ് അവരോട് സംസാരിക്കുന്നതും അസത്യത്തെ സത്യമായി പ്രചരിപ്പിക്കാനും അല്ലെങ്കിൽ അങ്ങനെ കരുതുകയും ചെയ്യുന്ന ആളുകളുടെ തെറ്റിദ്ധാരണ മാറ്റാനാണ്. അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു ട്വിസ്റ്റായിട്ട് മാറി. അന്ത്യകാലം എന്നൊരു വാക്ക് പത്രോസ് പറയുന്നുണ്ട്. കർത്താവിൻ്റെ പുനരാഗമനത്തോടു കൂടെ അല്ലെങ്കിൽ അതിനടുത്ത കാലമായിട്ടാണ് ഇതേക്കുറിച്ച് ചിന്തിക്കുന്ന പല ആളുകളും ഉള്ളത്.
തിരുവചനത്തിൽ മറ്റു ഭാഗങ്ങളിൽ ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ചിന്തയ്ക്ക് സ്ഥാനമില്ല എന്നതൊരു വാസ്തവമാണ്. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും എബ്രായ ലേഖനം 1-2 ഒക്കെ നമ്മൾ നോക്കുമ്പോൾ യേശുവിന് ഏതാണ്ട് 420 വർഷം മുൻപ് ജീവിച്ചിരുന്ന പ്രവാചകനായിരുന്ന യോവേൽ പ്രവാചകൻ്റെ പ്രവചനം, കർത്താവിൻ്റെ പുനരാഗമനം, ഇത് തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാൻ സാധിക്കും. അന്ത്യകാലത്ത് സംഭവിക്കും എന്ന് യോവേൽ പ്രവാചകൻ പറഞ്ഞ കാര്യമാണ് പെന്തക്കോസ്തു നാളിൽ കണ്ടത് എന്ന് വിശുദ്ധ പത്രോസ് അത് അടിവരയിട്ട് പ്രവചനം നിരത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. പത്രോസിൻ്റെ കാലത്തെ പെന്തക്കോസ്ത് അന്ത്യകാലത്താണ് നടന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും വരവിന് ഇടയ്ക്കുള്ള കാലമാണ് ഈ അന്ത്യകാലം എന്ന തരത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ പല ഇടങ്ങളിൽ നമ്മൾ കാണുന്നത്. മശിഹാ യുഗമെന്നും പരിശുദ്ധാത്മയുഗമെന്നുമൊക്കെ ഇതിനെ വിളിക്കപ്പെടുന്നു. സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരും എന്നതിന് വേദപുസ്തകത്തിൻ്റെ പരിഭാഷകളിൽ വ്യത്യസ്തമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. POC ബൈബിളിൽ അല്ലെങ്കിൽ പരിഭാഷയിൽ വർഷിക്കുമെന്നാണ് കാണുന്നത്. സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരുമെന്നത് വർഷിക്കും. ആത്മാവിനെ ധാരാളമായി സമൃദ്ധിയായി നൽകുമെന്നാണ് അതിൻ്റെ അർത്ഥം. സകല ജഡത്തിന്മേലും വർഷിക്കും. പുത്രന്മാരും പുത്രിമാരും വൃദ്ധന്മാരും യൗവനക്കാരും എല്ലാവരും ആത്മാവിൽ പ്രവചിക്കും. ദൈവത്തിന് മുഖപക്ഷമില്ല. സമൂഹത്തിലെ നിലയോ സ്ഥാനമോ ഒന്നും പരിഗണിക്കാതെ സകലർക്കും പരിശുദ്ധാത്മാവിനെ സമൃദ്ധിയായി നൽകുന്നു. ഇറസ്പെക്റ്റീവ് ഓഫ് സ്റ്റാറ്റസ്. സമൂഹത്തിൽ ഒരാൾ എങ്ങനെയാണ് എന്ന് നോക്കിയല്ല പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ദാനം അവർക്ക് ലഭിക്കുന്നത്. അവരുടെ സ്റ്റാറ്റസ് ഉയർന്നതാണോ താണതാണോ, ഒരു മിഡിലിൽ നിൽക്കുന്നവരാണോ, വലിയ ജോലിയുള്ളവരാണോ, എപ്പോഴും ക്ലീൻ ചിറ്റ് ലഭിക്കുന്ന ആളുകളാണോ, ഇതൊന്നും ദൈവം മുൻപാകെ നോക്കുന്ന കാര്യങ്ങളല്ല. സകല ജഡവും എന്ന് പറഞ്ഞാൽ സകല ജഡവും എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം. എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നു. പരിശുദ്ധാത്മാ പ്രാപണത്തിന് സാമൂഹ്യ നിലകളൊന്നും തടസ്സമല്ല. No social distinction are there, whether sex or of age or of rank. ആരാണ് എന്നുള്ളതല്ല, ആരുടെ വക എന്നതാണ് പ്രധാനം. It is not who are you but whose. ഞാൻ ഈ പറഞ്ഞ വാചകം സ്റ്റാൻലി ജോൺസിൻ്റെയാണ്. നമ്മൾ ആരാണ് എന്ന് നോക്കിയല്ല ദൈവം നമുക്ക് ദാനം നൽകുന്നത്. നമ്മൾ ആരുടെ വകയാണ്? ദൈവം മുൻപാകെ നീതിയോടെ നിൽക്കാൻ ശ്രമിക്കുക എന്നതാണ് നമ്മുടെ ഭാഗത്തെ ഏറ്റവും അനിവാര്യമായ പരിശ്രമം. അതുകൊണ്ട് പത്രോസ് പറയുന്നു, മനുഷ്യരുടെ മുഖം നോക്കിയല്ല അന്ത്യകാലത്ത് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. അത് യോവേൽ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് എന്ന് പറഞ്ഞ് അനുവാചകരെ പത്രോസ് തൻ്റെ പ്രസംഗത്താൽ ഇങ്ങനെ ആകർഷിക്കാൻ ശ്രമിക്കുന്നു. 18-ാം വാക്യത്തിൽ പറയുന്നു, എല്ലാവരും പ്രവചിക്കും. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും നിയമിച്ചിരിക്കുന്നു. ഇത് വിശുദ്ധ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറയുന്ന കാര്യമാണ് 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ. എന്നാൽ അങ്ങനെയുള്ള വ്യത്യാസം ഒന്നും കൂടാതെ സകല ജഡവും പ്രവചിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. പരിശുദ്ധാത്മദാനം സാർവത്രികമാണ്. സകല ജഡത്തിന്മേലും പരിശുദ്ധാത്മദാനം സാർവത്രികമായതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യവും സാർവത്രികമാണ്. എല്ലാവർക്കും നൽകപ്പെട്ടിരിക്കുന്നതാണ്. യൂണിവേഴ്സൽ ഗിഫ്റ്റ് എല്ലാവർക്കും സാർവത്രികമായി നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ദാനം. അപ്പോൾ ദൈവഹിതമാണ് പ്രവചനത്തിലൂടെ വെളിപ്പെടുത്തപ്പെടുന്നത്.
പുതിയ ഉടമ്പടി സമൂഹത്തിലെ എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്, പ്രവാചകന്മാരാണ്. ദൈവഹിതം വിളംബരം ചെയ്യുകയാണ് ശുശ്രൂഷയുടെ കാമ്പെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിലൂടെ എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ലഭിക്കുന്ന ദൗത്യമാണ് യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവത്തിന് സാക്ഷികളായിരിക്കാൻ എല്ലാവരും നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. നാം അവനെ അറിയുന്നത് കൊണ്ട് അറിയിക്കുകയും വേണം. ബിക്കോസ് വി നോ ഹിം, വി മസ്റ്റ് മേക്ക് ഹിം നോൺ. അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അതിനുള്ള അവസരവും ആഹ്വാനവും നാം നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് ആരുടെ മേലാണ് പരിശുദ്ധാത്മാവിനെ അയക്കുക? സകല ജഡത്തിന്മേലും. പത്രോസ് പറയുന്നത്, പിന്നീട് പത്രോസ് തന്നെയാണ് ഇത് വെളിപ്പെടുത്തുന്നത്, എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്, അല്ലെങ്കിൽ പ്രവാചകരാണ്, ദൈവഹിതം നിറവേറ്റപ്പെടുവാൻ വിളിക്കപ്പെട്ട ആളുകളാണ്. ചിലർ വിചാരിക്കും ഇതിനുവേണ്ടി സഭയായി തിരഞ്ഞെടുത്ത ആളുകൾ മാത്രമാണ് ഇതിന് യോഗ്യർ. വൈദികരെക്കുറിച്ച് പറഞ്ഞാൽ കുപ്പായമൊക്കെ ഇട്ട ആളുകൾ, മേൽപ്പട്ടക്കാർ, അങ്ങനെയുള്ള ഏതെങ്കിലും വിഭാഗക്കാരാണോ? ഒരിക്കലുമല്ല. ശുശ്രൂഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ചിഹ്നങ്ങളാണ് അങ്ങനെയുള്ള ഡ്രസ് കോഡ്. സാധാരണ ജനങ്ങളിൽ നിന്ന് വലിയ വിശുദ്ധരൊന്നും ആകണമെന്ന് നിർബന്ധമില്ല. സാധാരണ ജനങ്ങളെക്കാൾ ഒരുപാട് കൂടുതൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നു എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കാനും പാടില്ല. ശുശ്രൂഷയ്ക്ക് നൽകിയിരിക്കുന്നതാണ്. എന്നാൽ പലപ്പോഴും അത് കാപഢ്യത്തിൻ്റെ ഉടയാടകളായി പലരും മുഖംമൂടിയായിട്ടൊക്കെ കരുതുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സത്യാനന്തര യുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് പത്രോസ് നൽകിയ ആദ്യത്തെ പ്രഭാഷണം കാലികമായി വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഓർക്കുക, ദൈവമുൻപാകെ ചെറിയവനൊന്നും വലിയവനൊന്നുമില്ല. ദൈവമുൻപാകെ യോഗ്യത കൂടിയവനൊന്നും കുറഞ്ഞവനൊന്നുമില്ല. ദൈവമുൻപാകെ ആരും തള്ളപ്പെടുന്നില്ല. എല്ലാവർക്കും ദൈവം തമ്പുരാൻ തൻ്റെ ദാനം നൽകുന്നു. ആ ഒരു വലിയ ചിന്ത നമ്മളെ ഭരിക്കട്ടെ. ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാനുള്ള കൃപ ദൈവം തമ്പുരാൻ നമുക്ക് നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, മറ്റൊരു പ്രഭാതം കൂടെ ഏഴകളായ അടിയങ്ങളുടെ ആയുസ്സിൽ അവിടുന്ന് കൂട്ടിച്ചേർത്തല്ലോ. ഞങ്ങളുടെ യോഗ്യത കണ്ടല്ലല്ലോ കർത്താവേ, അവിടുത്തെ ദാനമാണ്, കരുണയാണെന്ന് ഞങ്ങൾ ഓർക്കുന്നു. അവിടുത്തെ സന്നിധിയിലേക്ക് ചേർന്ന് വരുന്നു. ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാനുള്ള ബലവും ഊർജവും ഒക്കെ നൽകണമേ. അവിടുന്ന് നൽകുന്ന ബലമല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലല്ലോ. ഇന്നത്തെ പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങളുടെ ചുവടുകൾ തെറ്റാതെ ഞങ്ങളെ സൂക്ഷിക്കണമേ. ഞങ്ങളുടെ ചിന്തകൾ വഴിമാറിപ്പോകാതെ കർത്താവെ ഞങ്ങളെ ഏകാഗ്രതയുള്ളവരാക്കണമേ. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ വികലമായി പോകാതിരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പ്രവൃത്തികൾ പാഴായി പോകാതിരിക്കാൻ കർത്താവെ ഞങ്ങൾക്ക് സൂക്ഷ്മത നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെ ദൈവസന്നിധിയിൽ പ്രത്യേകമായും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയോടെ പുതുവർഷത്തിൻ്റെ നന്മകൾ പകരണമേ. യേശു മശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയക ദൈവത്തിൻ്റെ കരുതലും കാവലും ആലോചനയും നാം എല്ലാവരോടും നമ്മുടെ ആവശ്യങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.